ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ഒളിമ്പ്യാഡ്സ്. അപ്പോൾ നമ്മുടെ NSCJSന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. August 21 മുതൽ September 14 വരെയാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക. സ്റ്റുഡൻസിന് എല്ലാവർക്കും ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ സെന്റേഴ്സ് ത്രൂയും രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. സ്റ്റെപ്പ് വൈസ് ആയിട്ട് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ പോയി കാണാം. അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ NSCJSുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യത്തിലേക്ക് പോകാം. സോ നമ്മൾ IAPTയുടെ സൈറ്റിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്, റൈറ്റ്? IAPTയുടെ സൈറ്റിൽ നമ്മൾ IAPT എന്ന് സെർച്ച് ചെയ്ത് നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇന്റർഫേസിലേക്കാണ് നമ്മൾ വരിക. അപ്പോൾ ഈ ഒരു ഇന്റർഫേസിൽ നമുക്ക് സ്റ്റുഡൻറ് എൻറോൾമെന്റ് ലിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ സെന്റർ ലോഗിൻ ബൈ സെന്റർ ഇൻചാർജ്, അതായത് ഓരോ സെന്ററിനും ഓരോ സെന്റർ ഇൻചാർജ് ഉണ്ടാവും. അവരിൽ ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ആ ഒരു ലിങ്ക് ആണ് താഴെ കാണുന്നത്. ഇതിൽ ഫസ്റ്റ് ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇന്റർഫേസിലേക്കായിരിക്കും നമ്മൾ പോവുക. ഈ ഒരു ഇന്റർഫേസിൽ ഫ്രഷ് എൻറോൾമെന്റ് ഉണ്ട്, അതായത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഫ്രഷ് എൻറോൾമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഓൾറെഡി എൻറോൾഡ് ആണെങ്കിൽ നമുക്ക് സ്റ്റുഡന്റ് ലോഗിൻ വെച്ചിട്ട് ബാക്കിയുള്ള പ്രോസസ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ട്യൂട്ടോറിയൽ അവരുടെ സൈറ്റിൽ തന്നെ കിടപ്പുണ്ട്. അതും നമുക്ക് എന്തെങ്കിലും വാച്ച് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വാച്ച് ചെയ്തിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ബട്ട് അതല്ല നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ സെന്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. എത്രത്തോളം സെന്റേഴ്സ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ, എത്രത്തോളം സെന്റേഴ്സിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും, ഏതൊക്കെ സെന്റേഴ്സിലാണ് നമ്മളുടെ ഡിസ്ട്രിക്റ്റിൽ ഏതൊക്കെ സെന്റേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നുള്ളത്. സോ സെന്റർ സെർച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇന്റർഫേസിലേക്കാണ് നമ്മൾ പോവുക. ഈ ഒരു ഇന്റർഫേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് നമുക്ക് കേരളത്തിൽ സെലക്ട് ചെയ്യാം. കേരള എന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് സപ്പോസ് നമുക്ക് കോഴിക്കോട് അല്ലെങ്കിൽ മലപ്പുറം നമുക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. മലപ്പുറത്ത് നമ്മൾ പൊന്നാനി സിറ്റിയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഈ ഫിൽറ്റർ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പൊന്നാനി ആ ഒരു സിറ്റിയിൽ അല്ലെങ്കിൽ പൊന്നാനി ആ റീജിയനിൽ എത്രത്തോളം സെന്റേഴ്സ് നമുക്ക് കാണാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. അവിടെ നമുക്ക് ആകെ 2 സെന്റേഴ്സ് ആണ് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് NSCJSന് കുറവാണ് നമുക്ക് കേരളത്തിൽ സെന്റേഴ്സ് ഉള്ളത്. അപ്പം മലപ്പുറം പൊന്നാനി സിറ്റി അല്ലെങ്കിൽ പൊന്നാനി റീജിയനിൽ 2 സെന്റേഴ്സ് ആണുള്ളത്. KL 065 എന്ന് പറയുന്ന ആ ഒരു രജിസ്ട്രേഷനിൽ എത്ര ഉണ്ട്, ഒരു സ്കൂളാണുള്ളത്. അതുപോലെ തന്നെ KL 64 എന്ന് പറയുന്ന ആ ഒരു KL 064 എന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ ഒരു സെന്റർ കോഡ് കൊടുത്തിട്ടുള്ള ഒരു സെന്ററുമാണുള്ളത്. സോ അവിടെയൊക്കെ എത്രയാണ് ഒക്യുപ്പൻസി എത്രയാണ് നോക്കിയിട്ടുണ്ടെങ്കിൽ 173 ആണ് ഫസ്റ്റ് സെന്ററിലുള്ളത് NSCJSന്. അതുപോലെ തന്നെ 50 ആണ് NSCJSന് മറ്റ് സെന്ററിലുള്ളത് അല്ലെങ്കിൽ മറ്റ് ആ ഒരു സെന്ററിൽ രണ്ടാമത്തെ സെന്ററിലുള്ളത്. സോ ഇനി ബാക്കിയുള്ള സെന്ററുകളും കൂടി നമ്മൾ നോക്കിയാണ്. പൊന്നാനി അല്ലാണ്ട് നമ്മൾ തിരൂരങ്ങാടി റീജിയനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് ഒരൊറ്റ സെന്റർ മാത്രമേ ആണുള്ളത്. അതിൽ 156 ഒക്യുപ്പൻസി ആണ് NSCJSനുള്ളത്. അതുപോലെ തന്നെ നമ്മളിപ്പം ഡിസ്ട്രിക്റ്റ് മാറ്റി മലപ്പുറം മാറ്റി കോഴിക്കോട് കൊടുത്തു. കോഴിക്കോട് സിറ്റി റീജിയനിൽ എത്ര എണ്ണം വരുന്നുണ്ട് നോക്കി കഴിഞ്ഞാൽ കോഴിക്കോട് സിറ്റിയിൽ ഏകദേശം ഒരു 4 സെന്റേഴ്സ് ഉണ്ട് അല്ലേ. ഓൾമോസ്റ്റ് 1, 2, 3, 4 and 5 സെന്റേഴ്സ് ആണ് ടോട്ടലി വരുന്നത്. അപ്പം ഇത്രത്തോളം സെന്റേഴ്സ് കുറവാണ് നമ്മളുടെ NSCJSന്. അപ്പം നിങ്ങൾ എത്രത്തോളം പെട്ടെന്ന് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ തന്നെ കിട്ടാനുള്ള ചാൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി കൂടുതലാണ്. നിങ്ങൾ എത്രത്തോളം വൈകുന്നോ അത്രത്തോളം നിങ്ങളുടെ ഡിലേ വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഡിലേ വരുന്നതിനനുസരിച്ച് നിങ്ങളുടെ സെന്റർ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച സ്ഥലത്ത് തന്നെ കിട്ടണമെന്നില്ല. സോ നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് കിട്ടാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ചെയ്യാന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. സോ സെന്റേഴ്സിൽ എവിടെയൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് വരുന്ന സെന്റേഴ്സ് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏതൊക്കെ സെന്റേഴ്സിലാണ് കൂടുതൽ ഒക്യുപ്പൻസി ഉള്ളത്, അതുപോലെ തന്നെ ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നത് എവിടെയാണോ അതൊക്കെ നിങ്ങൾക്ക് എത്താൻ പറ്റണമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യണം. സോ September 14 വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. September 14 മുമ്പായിട്ട് നമ്മൾ ഈ ഒരു മന്ത് നമ്മൾ ഏകദേശം എൻഡ് ചെയ്യാൻ പോവുകയാണ്. സോ ആ ഒരു സെപ്റ്റംബർ മുന്നേ ആയിട്ട് തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് നന്നായിട്ട് എന്ത് ചെയ്യാം, നമ്മൾ NSCJSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. സോ September 14 വരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, വെയിറ്റ് ചെയ്യരുത്. നമ്മൾ September 14 മുന്നേ ആയിട്ട് പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. കാരണം നമ്മുടെ സീറ്റും ഒക്യുപ്പൻസിയും ഒക്കെ വളരെയധികം കുറവാണ്. സോ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒക്യുപ്പൻസി നിങ്ങൾ വിചാരിച്ച സ്ഥലത്ത് കിട്ടണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഒക്കെ മാറിയിട്ടായിരിക്കും, ചിലപ്പോൾ തിരുവനന്തപുരത്തായിരിക്കും കിട്ടുക, ചിലപ്പോൾ നമുക്ക് കോട്ടയത്തായിരിക്കും കിട്ടുക. നമ്മൾ അത്രയും ഡിസ്റ്റൻസിലൊക്കെ ട്രാവൽ ചെയ്യേണ്ടി വരും. നമ്മൾ ഈ അടുത്തുള്ള സ്റ്റുഡൻസിനാണ് പറയുന്നത്. ബട്ട് ചിലപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് രജിസ്റ്റർ
ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ കോഴിക്കോട് വരേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. സോ ഈ ഒരു കാര്യം പറയാനായിരുന്നു ഈ ഒരു വീഡിയോ ആയിട്ട് വന്നുള്ളത്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുക. അതുപോലെ തന്നെ NSCJSന് നമ്മൾ ഫ്രീ ആയിട്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇപ്പോഴും ആരും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഒളിമ്പ്യാഡ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ എപ്പോഴും ഒന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള NSCJSുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒളിമ്പ്യാഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.